ആരും ഈ വീഡിയോ തട്ടിക്കളയരുത്. ഞാൻ പറയാൻ പോകുന്ന 10 സൂറത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുന്നുണ്ടെങ്കിൽ വലിയ 10 പ്രയാസങ്ങൾ റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയും. ഇനി നിങ്ങൾക്ക് ഓതാൻ പറ്റിയില്ല എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബ മിത്രങ്ങൾക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഷെയറിലൂടെയാണ് അവർ ഇത് പതിവാക്കി തുടങ്ങിയതെങ്കിൽ അവർ പതിവാക്കുന്ന കാലത്തോളം അതേ പ്രതിഫലം നിങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഈ വീഡിയോ നിങ്ങൾ തട്ടിക്കളയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ ഓതുന്ന ബാങ്കിന് എന്തില്ല? നിസ്കാരമല്ല. നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മുടെ മേൽ നിസ്കരിക്കുന്ന മയ്യത്ത് നിസ്കാരത്തിന് എന്തുമില്ല? ബാങ്കുമില്ല. അപ്പൊ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിൽ ഓതിയ ബാങ്ക് മുതൽ നാം മയ്യത്തായി മുമ്പത്തെ സൊഫിൽ വെച്ചിട്ട് മറ്റുള്ളവർ നമ്മുടെ മേലിൽ മയ്യത്ത് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ ഇത് രണ്ടിനിടയിലുള്ള ഡ്യൂറേഷനിടയിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളൊക്കെ ഓതുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടും. നിങ്ങൾ കാരണം മറ്റുള്ളവർ ഓതുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും നേടിയെടുക്കാം. അപ്പൊ ഈ ഒരു ബെനിഫിറ്റ്സ് ആരും ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയരുത്. ഒന്ന് സൂറത്തുൽ ഫത്ഹാണ്. സൂറത്തുൽ ഫത്ഹ് ഒരാൾ പാരായണം ചെയ്താൽ അള്ളാഹുവിന്റെ കോപത്തെ തടുക്കാൻ സൂറത്തുൽ ഫത്ഹിന് സാധിക്കും. 2 സൂറത്തു യാസീനാണ്. ഖുർആന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീൻ. ഒരാൾ സൂറത്തു യാസീൻ ഓതുകയാണെങ്കിൽ അന്ത്യനാളിലെ ദാഹത്തെ തടുക്കാൻ സൂറത്തു യാസീന് സാധിക്കും. 3 സൂറത്തു ദുഹാനാണ്. അന്ത്യനാളിലെ ഭയാനകരമായ വിഷയങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തു ദുഹാനിന് സാധിക്കും. 4 സൂറത്തുൽ വാഖിഅയാണ്. ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാൻ സൂറത്തുൽ വാഖിഅക്ക് സാധിക്കും. 5 സൂറത്തുൽ മുൽക്കാണ്. ഖബറിലുണ്ടാവുന്ന ഭയാനകരമായ ശിക്ഷകളെ തടുക്കാൻ സൂറത്തുൽ മുൽക്കിന് സാധിക്കും. 6 സൂറത്തുൽ കൗസറാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾക്ക് വേണ്ടി മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന നമ്മുടെ എതിരാളികളിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തുൽ കൗസറിന് സാധിക്കും. 7 സൂറത്തുൽ കാഫിറൂനാണ്. മരണമാസന്നമാകുന്ന സമയത്ത് അവസാന സമയത്ത് ശൈത്താനികമായിട്ട് നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തുൽ കാഫിറൂന് സാധിക്കും. 8 സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ജീവിതത്തിൽ ഉണ്ടാവുന്ന കാപഢ്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സൂറത്തുൽ ഇഖ്ലാസിന് സാധിക്കും. 9 സൂറത്തുൽ ഫലഖ് ആണ്. ജീവിതത്തിൽ ഉണ്ടാവുന്ന അസൂയകരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വയം ശരീരത്തെ രക്ഷിക്കാൻ സൂറത്തുൽ ഫലഖിന് സാധിക്കും. 10 സൂറത്തുൻ നാസ് ആണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന വസ്വാസുപരമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സൂറത്തുൻ നാസിന് സാധിക്കും. ഈ ഒരു 10 സൂറത്തുകൾ ജീവിതത്തിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. ഒന്നിനും കഴിയില്ലെങ്കിൽ ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷെയറിലൂടെ ആരെങ്കിലും ജീവിതത്തിൽ ഇത് തുടർത്തി കൊണ്ടുപോകുന്ന കാലത്തോളം അതേ പ്രതിഫലം ഇത് എത്തിച്ചു കൊടുത്ത ആൾക്കും കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹു വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.